ഹായ് നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വീണ്ടും അടൂർ അഗതി മന്ദിരം തന്നെയാണ്. അഗതി മന്ദിരത്തിനെ കുറിച്ച് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. വാർത്തകൾക്ക് ഒരവസാനമില്ലാതെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോ ഇടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ കെട്ടിടം എക്സ് എം എൽ എയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും മരുമകളായ ടീച്ചറും കൂടിയാണ് പുതിയ വാർത്തകൾ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അന്ന് ഈ അഗതി മന്ദിരം തുടങ്ങുന്ന സമയത്ത് ഈ മമ്മി ഗിരിജയും ടീമും ഒക്കെ വന്ന് ഈ അഗതി മന്ദിരം വേണമെന്ന് അവരുടെ കാല് പിടിച്ച് പറയുകയും അവർക്ക് കൊടുത്തേ മതിയാകൂ എന്ന് അവർ നല്ലതുപോലെ നോക്കിക്കോളാം, സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഈ കെട്ടിടം വാടകയ്ക്കെടുക്കുകയും ഉദ്ഘാടന സമയത്ത് സിനിമാ നടന്മാരും നടിമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും വന്നാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും. അങ്ങനെ അഗതി മന്ദിരം ഈ വാടക കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിടം ഉടമയുടെ ഭാര്യ ഒരു ദിവസം അവിടേക്ക് നോക്കാനായി അവിടേക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു അന്തേവാസിയെ ഈ മമ്മി ഗിരിജയുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അവർക്ക് ആ അന്തരീക്ഷവും ഇവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പേടിച്ചവരൊന്നും മിണ്ടാതെ തിരിച്ചു പോരുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് പല അവസരങ്ങളിലും പല പല കാര്യങ്ങൾ ഇവർ ഈ അഗതി മന്ദിരത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു. അവരും അവരുടെ ഭർത്താവും കൂടി ഇതിനെ എതിർത്തപ്പോൾ ഭർത്താവിനെതിരെ അവർ കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പോയ ഇവർക്ക് രണ്ടുപേരെയും കോംപ്രമൈസ് എന്ന പോലെ വിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അന്ന് മുതൽക്ക് ഇവരുടെ അഴിമതി അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അത് ആ അഗതി മന്ദിരം വളർന്ന് വലുതാകുന്നതിനോടൊപ്പം ഇവരുടെ അഴിമതികളും ഈ ക്രൂരതകളും വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ വാടക കെട്ടിടത്തിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അത് മമ്മി ഗിരിജയ്ക്കെതിരെയാണ്. ഇവൻ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരോട് പോലും മമ്മി ഗിരിജ ഒരു മാന്യതയും ഇല്ലാതായിരുന്നു പെരുമാറിയത്. അങ്ങനെ പല മന്ദിരത്തിൽ ചെന്ന് വഴക്കുണ്ടാക്കാൻ ചെന്നു, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാൻ ചെന്നു. ആണുങ്ങളാണെങ്കിൽ അവരവിടെയുള്ളവരെ പീഡിപ്പിക്കാൻ ചെന്നു എന്നുള്ള രീതിയിൽ ഇവർ കേസ് കൊടുക്കുമായിരുന്നു. അത് പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരാളുടെ മൊഴി പ്രകാരം അയാൾ പറയുന്നത് ഈ പെൺകുട്ടിയുടെയും ഈ മമ്മി ഗിരിജയുടെയും മകൻ്റെ വിവാഹ ദിവസം രാത്രി ഈ കുട്ടി അവിടുന്ന് പേടിച്ച് നിലവിളിച്ച് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരെ വരെ കാട്ടിനിടയിൽ കൂടെ ഓടി രക്ഷപ്പെട്ടു അവിടെ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പേടിച്ച് ഈ കുട്ടി അത്രയും ദൂരം ഓടണമെങ്കിൽ അത്രയ്ക്ക് മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ അനാഥാലയത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറി ആ വീട്ടിലെ സ്ത്രീ ഈ അഗതി മന്ദിരത്തിലേക്ക് വിളിച്ചു പറയുകയും ഈ കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ അവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് ഈ മമ്മി ഗിരിജയുടെ മകൻ തന്നെയാണ്. ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുടിച്ചിട്ടായിരുന്നു സംസാരിച്ചതെന്നും ബോധമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്നും പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പെൺകുട്ടിയെ ഇവൻ്റെ കൂട്ടുകാരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പെൺകുട്ടി അവരോട് പറഞ്ഞതായി അവർ പറയുന്നത്. അങ്ങനെ പല രീതിയിലും വളരെ മോശമായ വാർത്തകൾ ഒരു അവസാനമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനാഥാലയത്തെക്കുറിച്ച്. മറ്റൊരു ചാനൽ ഗിരിജയുടെ മരുമകനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ ഗിരിജയ്ക്ക് കൂട്ടു നിൽക്കുന്നത് അവരുടെ മരുമകൻ സുജിത്താണെന്നാണ് പറയുന്നത്. കാരണം പണ്ടൊരു ബസ്സിലെ ഡ്രൈവറും ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് ഒരു തുണിക്കടയുടെ ഉടമയായിരുന്നു. അയാളുടെ സുഹൃത്തിനൊപ്പം അവിടെ ഒരു സ്പോൺസർഷിപ്പിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്ന ആളായിരുന്നു. പിന്നീട് അവർ അവിടുത്തെ എല്ലാ അർത്ഥത്തിലും അവിടെ ഓൾ ഇൻ ഓൾ ആയി മാറുകയായിരുന്നു. മമ്മി ഗിരിജയ്ക്ക് കൂട്ടു നിൽക്കുന്നത് ഈ സുജിത്താണെന്ന് തന്നെ പറയാം. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ അദ്ദേഹം പോയി ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിക്കുകയോ പ്രശ്നമുണ്ടാവുകയോ അതല്ലെങ്കിൽ അവർക്ക് അന്തേവാസികളെ ശിക്ഷിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഇയാൾ വന്ന് അവിടുത്തെ CCTV ഓഫ് ചെയ്യുന്നത് സുജിത്തിൻ്റെ ജോലിയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ സുജിത്ത് തന്നെയാണ് എല്ലാത്തിനും പിന്നിലെന്നാണ് സന്ധ്യ പല്ലവി തൻ്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം CCTV CWC ആരെങ്കിലും വന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയോ ചെയ്താൽ ഈ CCTV നോക്കിയാൽ അവർക്ക് റിപ്പോർട്ടുകളൊന്നും കിട്ടില്ല എന്ന് പറയാം. റിപ്പോർട്ടുകളൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അതിലൊരു പ്രധാന പങ്ക് ശുചിത്വം വഹിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് തന്നെ മറ്റൊരു അനാഥാലയം നടത്തിയ കെനഡി സാർ അദ്ദേഹം ഒരു ചാനലിൽ പറയുന്നുണ്ട്, മിക്ക പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അവരാരും അത് പുറത്ത് പറയാത്തതാണ്. അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ആണ് വരുന്നത്. പിന്നെ നടത്തിക്കൊണ്ട് പോയിക്ക് ഇത്രയും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു അർത്ഥത്തിൽ സത്യവുമാണ്. ഒരു അനാഥാലയം നടത്തുന്ന ഒരാൾക്ക്
സ്പോൺസർഷിപ്പ് കിട്ടുമ്പോൾ അത് അനാഥാലയത്തിലേക്ക് വേണ്ടി ചിലവാക്കാൻ മാത്രമേ, അല്ലെങ്കിൽ അതിനു വേണ്ടി സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കോ ഇവരുടെ മരുമകനോ മറ്റാർക്കും ഒരു ജോലിയുമില്ല. എല്ലാവരും ഈ അനാഥാലയത്തെ ചുറ്റിപ്പറ്റി കഴിയുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും സമ്പത്തുകൾ എവിടെ നിന്നുണ്ടായി എന്ന് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. പത്തനാപുരത്തെ അനാഥാലയം നടത്തിയ കെനഡി എന്ന് പറയുന്ന ആ സാറ് പറയുന്നത്, അവിടെ ഇതിനു മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മരണത്തിലും ദുരൂഹതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കുറച്ച് തെളിവുകളും ചാനലിലൂടെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. പറയാൻ കാരണമുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡി 24 മണിക്കൂർ സൂക്ഷിക്കണം എന്നൊരു നിയമമുണ്ട്. അവരതൊന്നും പാലിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വാർത്ത വന്നതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത് ആ പ്രസ്തുത പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുട്ടിയുമാണെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വരെ അപായപ്പെടുത്താൻ മടിയില്ലാത്ത ഒരാളാണ് ഈ മമ്മി ഗിരിജ എന്ന് പറയുന്നതാണ്. പൗരസമിതിയൊക്കെ നാട്ടുകാർ പൗരസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം ഇനി ആ ഏരിയയിൽ അവർക്ക് അങ്ങനെ ഒരു അനാഥാലയം വേണ്ട, അത് അടച്ചു പൂട്ടുക തന്നെ വേണം. ഇങ്ങനെ പാവപ്പെട്ട കുറച്ച് മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ പേരിൽ പണം പറ്റി അവിടെ ആരും ജീവിക്കേണ്ട എന്നാണ് പറയുന്നത്. കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനും പാടില്ല. അതുകൊണ്ട് അവർക്ക് ആ ഏരിയയിൽ ഇങ്ങനെ ഒരു അനാഥാലയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പൗരസമിതിയും അവിടുത്തെ ജനങ്ങളും കുടുംബശ്രീക്കാരും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ പേരിൽ പൈസ പറ്റിയിട്ട് അവർക്ക് യാതൊരു നീതിയും നിയമവും നടപ്പിലാകാതെ, അവർക്ക് അത്യാവശ്യമായ ആഹാരമോ വസ്ത്രമോ ക്ലീനിങ് വസ്തുക്കളോ ഒന്നും കൊടുക്കാതെ ഒരു കൂട്ടം ആൾക്കാരെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.